മോദിയുടെ മുഖ്യ സെലക്ഷൻ കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിച്ചു കഴിയുമ്പോൾ മോദിയുടെയും ഷായുടെയും ഏറ്റവും അടുപ്പക്കാരായ ഗുജറാത്ത് ലോബിയിൽപ്പെട്ട ഒരാളെ മാത്രമേ അയാളുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. രാജീവ് കുമാർ റിട്ടയർ ചെയ്തു. ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിനെ പുതിയ ചീഫ് സെലക്ഷൻ കമ്മീഷണറായി മോദിയും ഷായും നിയമിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നതിന് ഭരണകക്ഷിയിൽപ്പെട്ട ഒരാളും പ്രതിപക്ഷത്തിന്റെ ഒരാളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചേർന്ന് ഒരു കമ്മിറ്റിയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ജനാധിപത്യപരമായ നോൺ ബയോളജിക്കൽ മോദി സർക്കാർ ആ നിയമം മാറ്റി പ്രധാനമന്ത്രി, ഭരണപക്ഷത്തെ ഒരു മന്ത്രി, പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിനിധി എന്നിവർ ചേർന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കും എന്നാക്കി മാറ്റി. ഇതിനു മുൻപ് ഭരണപക്ഷത്തെ ഒരാളും പ്രതിപക്ഷത്തെ ഒരാളും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ചേർന്ന സമിതിയായിരിക്കുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യ പ്രാതിനിധ്യവും ഒരു പക്ഷത്തും പെടാത്ത സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുമെന്ന് ആശ്വസിക്കാമായിരുന്നു. അതാണ് നോൺ ബയോളജിക്കൽ ദൈവം ഇല്ലാതാക്കിയത്. തന്റെ വാലാട്ടിയായ ഒരാളെ ഇലക്ഷൻ കമ്മീഷണർ എന്ന പേരിൽ നിയമിച്ച് അവർക്ക് വേണ്ടി വെറും സെലക്ഷൻ നടത്താനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഈ കാര്യം പാർലമെന്റിൽ ഉയർത്തിയിരുന്നു. മോദിയും ഷായും രാഹുൽ ഗാന്ധിയും ചേർന്ന കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കാൻ ചേരുമ്പോൾ അതിന് ഒരു അർത്ഥവുമില്ല. ഏകപക്ഷീയമായി മോദിയും ഷായും ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളെ നിശ്ചയിക്കും. അതിനാൽ ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത്തരം ഒരു കമ്മിറ്റിയുടെ പ്രസക്തി എന്താണ്? ഇങ്ങനെ ചേർന്ന യോഗത്തിൽ നിന്നും വിയോജനക്കുറിപ്പ് എഴുതി രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വിയോജനക്കുറിപ്പാണ് ഇത്. 1949 ജൂണിൽ ഒരു നിഷ്പക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിലും എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ ഇല്ലാതെ സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ്. 2023 മാർച്ച് 2 ഒരു ഉത്തരവ് വഴി സുപ്രീം കോടതി ഉത്തരവിട്ടു ഇലക്ഷൻ കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും ചേർന്ന ഒരു കമ്മിറ്റി ആയിരിക്കണമെന്ന്. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ആണെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഇത്. എന്നാൽ ഈ സുപ്രീം കോടതി ഉത്തരവുണ്ടായി ഏതാനും നാളുകൾക്ക് ശേഷം 2023 ഓഗസ്റ്റിൽ ഇത് മറികടക്കുന്നതിന് വേണ്ടി മോദി സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ചേർന്ന കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷണർമാരെ തീരുമാനിക്കുമെന്നും ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്നും പറഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി ഫെബ്രുവരി 19 പരിഗണിക്കാനിരിക്കെ അതിന് കൃത്യം 48 മണിക്കൂർ മുൻപാണ് മോദിയും ഷായും ചേർന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിച്ചത്. കോൺഗ്രസിന്റെ വീക്ഷണം ഇതിനെക്കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കാവൂ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് മോദിയുടെയും കൂട്ടരുടെയും എല്ലാ പരിപാടികളും. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും സംഘവൽക്കരിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഒരു കാര്യവും ഇനി നിഷ്പക്ഷമായി നടക്കില്ല എന്ന് ഉറപ്പാണ്. അത് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും എല്ലാം. ഏതായാലും ഫെബ്രുവരി 19 ഇതിന്മേൽ വാദം കേൾക്കേണ്ടിയിരുന്ന സുപ്രീം കോടതി അത് വീണ്ടും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതുപോലെ മുൻ ഹരിയാന ചീഫ് സെക്രട്ടറിയും 1989 IAS ബാച്ചുകാരനുമായ വിവേക് ജോഷിയെ ഇലക്ഷൻ കമ്മീഷണർ ആയി നിയമിച്ചു. മോദിയും ഷായും രാഹുൽ ഗാന്ധിയും ചേർന്ന ഈ കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധിക്ക് ക്രിക്കറ്റിലെ കളി കാണുന്ന ഒരു പ്രേക്ഷകന്റെ റോൾ മാത്രമാണ് ഉള്ളതെന്ന് പറയേണ്ടതില്ലല്ലോ. മോദിയും ഷായും ചേർന്ന് തീരുമാനിക്കും. വെറുതെ ഒരു പേരിനു വേണ്ടി രാഹുൽ ഗാന്ധിയെ ആ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നു. ഇവർക്ക് തന്റെ ഇടമുണ്ടോ നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുപ്പ് നടത്താൻ? ഒരിക്കലുമില്ല. നിഷ്പക്ഷമായ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നെങ്കിൽ 2014 ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പോലും നോൺ ബയോളജിക്കൽ ദൈവവും അദ്ദേഹത്തിന്റെ പാർട്ടിയും വിജയിക്കില്ലായിരുന്നു. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തെരഞ്ഞെടുത്തിരിക്കുന്ന ജ്ഞാനേഷ് കുമാർ റിട്ടയർ ചെയ്ത രാജീവ് കുമാറിനേക്കാൾ ഒരു പടി കൂടി മുൻപിൽ നിൽക്കുമെന്ന് ഉറപ്പാണ്. ഒരാൾ പോലും വോട്ട് ചെയ്തില്ലെങ്കിലും ഇനിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവർ വിജയിച്ചുകൊണ്ടിരിക്കുമെന്ന് നിസ്സംശയം പറയാം.